ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഡ്രിങ്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ് നമ്മുടെ ഈസി അവൽ മിൽക്ക്. ട്രഡീഷണൽ അവൽ മിൽക്ക് അല്ല. ട്രഡീഷണൽ അവൽ മിൽക്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇടാം കേട്ടോ. ട്രഡീഷണൽ അവൽ മിൽക്ക് ഇതിപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന അവൽ മിൽക്കാണ്. ട്രഡീഷണൽ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ തന്നെ കാര്യങ്ങളൊക്കെ ഉടച്ച് ചേർത്ത് മിക്സ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മിക്സിയിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ അവൽ മിൽക്ക് ഏതാണെങ്കിലും കഴിക്കുമ്പോൾ നന്നായിട്ട് അടിഭാഗം മുതൽ മിക്സ് ചെയ്ത് ഇളക്കി കഴിക്കാം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അവൽ മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ വൈറ്റ് അവൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് തിളപ്പിച്ച് ചൂട് മാറി തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. പിന്നെ കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. കപ്പലണ്ടിക്ക് പകരം കാഷ്നട്ട് ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ പഞ്ചസാര, പിന്നെ 2 ഞാലിപ്പൂവൻപഴം. ഒരു ഗ്ലാസ് അളവിലേക്ക് ഞാൻ 2 ഞാലിപ്പൂവൻപഴം എടുക്കുന്നത്. നല്ല പഴുത്ത പഴം എടുക്കുക. പിന്നെ ഇതിൽ ട്രഡീഷണൽ അവൽ മിൽക്ക് ആണെങ്കിൽ റെഡ് അവൽ, നമ്മുടെ മട്ട അവലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അവൽ മിൽക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു അവൽ എടുത്തിട്ടുള്ളത്. നല്ലൊരു വൈറ്റ് കളറിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചാണ് ചെയ്യുന്നത്. സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് ഗ്ലാസ്സിൽ തന്നെ ഉടച്ചെടുത്തിട്ടാണ്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലാണ് അടിക്കുന്നത്. അപ്പോൾ ആദ്യം അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പാൻ എടുക്കുക. അതിലേക്ക് അവൽ പൊടി ഇല്ലാതെ ഇടുക കേട്ടോ. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവൽ പൊടി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മട്ടവലാണെങ്കിലും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. അവലൊന്ന് ചുരുങ്ങി വരും, അത്രയും സമയം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അവലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് ക്രിസ്പി ആയി വരട്ടെ. കളറ് മാറിപ്പോവരുത്, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കളറ് മാറാതെ കിട്ടും. അപ്പോൾ നമ്മുടെ അവൽ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവലെടുത്തിട്ട് ഒന്ന് പൊടിച്ച് നോക്കുക. ഇതുപോലെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവലിൻ്റെ പാകമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ അവൽ മിൽക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. ഇത് ഞാലിപ്പൂവൻപഴം തന്നെ എടുക്കാം കേട്ടോ ടേസ്റ്റ്, വേറെയുള്ള പഴങ്ങളേക്കാൾ. മധുരവും അതുപോലെ തന്നെ കുറച്ച് മതിയാവും നമ്മൾ ഞാലിപ്പൂവൻപഴം എടുക്കുമ്പോൾ. പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാരയുടെ അളവ് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഒരുപാട് മധുരം ആവുന്നതിനേക്കാൾ ഒരു മീഡിയം മധുരത്തിൽ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പഴം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ശരിക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കപ്പലണ്ടി ഇടുന്നില്ല, അതിന് പകരമായിട്ട് കുറച്ച് കാഷ്നട്ടാണ് ചേർക്കുന്നത്. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് കപ്പലണ്ടി കൂടുതൽ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കാഷ്നട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാഷ്നട്ട് ചേർത്തത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത അവൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മുടെ അവൽ മിൽക്കിന് ഒരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ കുറച്ച് അവൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല്, നമുക്ക് എത്ര ഗ്ലാസ് വേണം എന്നുള്ളതനുസരിച്ച് പാലിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ്സേ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കുക. ഒരു 1.5 ടീസ്പൂണേ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഒരുപാട് മധുരമുള്ള രീതിയിൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതലുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുറുകിയ പരുവത്തിലാണ് ഉള്ളത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ആദ്യം ചേർക്കുന്നത് കുറച്ച് റോസ്റ്റ് ചെയ്ത അവലാണ്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. ചെറി, ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കാഷ്നട്ട് ഇനി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ നല്ല കുറുകിയ പാകത്തിലുള്ള അവൽ മിൽക്ക് ഉണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ പഴം മിക്സിയിൽ അടിക്കുമ്പോൾ വരിക. നമ്മൾ ഗ്ലാസ്സിൽ ഉടച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടില്ല. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് അവൽ ചേർക്കാണ്. കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ചേർക്കുന്ന കാര്യങ്ങൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇത് ഒരു ട്രഡീഷണൽ അവൽ മിൽക്ക് അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ.
ട്രഡീഷണൽ അവൽ മിൽക്ക് അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ട്രഡീഷണൽ അവൽ മിൽക്കിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അവൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ അവൽ മിൽക്കിന് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. വീണ്ടും കുറച്ച് അവല് ചേർക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് കുറച്ചുകൂടി പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വീണ്ടും കുറച്ച് അവല്, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയുടെ തൊലി കളർ മാറിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വൈറ്റ് കളറിലെ കപ്പലണ്ടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കണമെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു ഈസി ആയിട്ടൊരു ഡ്രിങ്ക് കുടിക്കണം എന്ന് തോന്നാണ്. കുറച്ച് വിശപ്പ് മാറുന്ന രീതിയിൽ, നമുക്ക് ചായക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അത്യാവശ്യം വിശപ്പ് മാറുന്ന രീതിയിൽ ഒരു ഡ്രിങ്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് മാത്രം മതി നമുക്ക് വിശപ്പ് മാറാനായിട്ട്. അതുപോലെ തന്നെ ഒരു 11 മണി സമയത്തോ നല്ല ചൂടുള്ള സമയത്തോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. നോമ്പ് സമയത്ത് മാത്രമല്ല കേട്ടോ, എല്ലാ സമയത്തും ഉണ്ടാക്കി കഴിക്കാം. നമുക്കിപ്പോൾ ചൂടുകാലത്താണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇപ്പോൾ ഞാനിതിൽ ഹോർലിക്സ് ആണ് ചേർത്തത്. നിങ്ങൾക്കിപ്പോൾ ബൂസ്റ്റോ ഹോർലിക്സോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇത് രണ്ടും ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ താല്പര്യം ആ ഫ്ലേവറിലുള്ളത് ചേർക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. അതാണ് ഞാനത് പറഞ്ഞത്, ഓപ്ഷണലാണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഏത്തപ്പഴത്തിലും ചിങ്ങമ്പഴത്തിലും ഒക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് കേട്ടോ. അതിന് അത്ര ടേസ്റ്റ് വരില്ല. നമ്മുടെ ഞാലിപ്പൂമ്പഴത്തിൽ ചെയ്താലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഞാലിപ്പൂമ്പഴമാണ് പഴങ്ങളിൽ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഈ റെസിപ്പി ഞാലിപ്പൂമ്പഴത്തിൽ തന്നെ ചെയ്യുക. ചൂട് പാലിലും ചെയ്യരുത്, തണുത്ത പാലിൽ ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കിയ പാല് വേണ്ട, തിളപ്പിച്ച് നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്ന പാലിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.